നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. ഏതായാലും പിണറായി വിജയന് ഇപ്പോൾ വലിയ ആശ്വാസമായി. ശബരിമല സ്വർണ്ണപ്പാളി വിഷയത്തിൽ CPM ആകെ പ്രതിക്കൂട്ടിലായിരുന്നു. CPMന്റെ 3 ഉന്നത നേതാക്കളാണ് ജാമ്യം നിഷേധിക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്നത്. പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയ എന്ന തെരഞ്ഞെടുപ്പ് ഗാനം, പ്രചരണ ഗാനം കേരളത്തിലൊട്ടാകെ അലയടിക്കുകയും കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ അത് ഇടതുമുന്നണിയുടെയും CPMന്റെയും കടമുഴക്കുകയും ചെയ്തു. അങ്ങനെ ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽപ്പെട്ട് നട്ടം തിരിയുന്ന ഒരു അവസ്ഥയിലായിരുന്നു CPMും പിണറായിയും പാർട്ടിയും എല്ലാം. എന്നാൽ ഇപ്പോൾ പിണറായിക്ക് വലിയൊരു ആശ്വാസമാണ് ഈ തന്ത്രിയുടെ അറസ്റ്റ് നൽകുന്നത്. കടകംപള്ളി സുരേന്ദ്രൻ അറസ്റ്റിലാകുമെന്നാണ് CPM നേതൃത്വം ഭയന്നിരുന്നത്. എന്നാൽ അറസ്റ്റ് കടകംപള്ളിയിലേക്ക് നീണ്ടില്ല. അദ്ദേഹത്തെ ചോദ്യം ചെയ്ത് വിട്ടയക്കുകയായിരുന്നു. എന്നാൽ തന്ത്രി കണ്ഠരര് രാജീവര് അറസ്റ്റിലായി, റിമാൻഡിലായി. ശബരിമല സ്വർണ്ണപ്പാളി വിഷയത്തിൽ പ്രധാന ഉത്തരവാദി തന്ത്രി കുടുംബമാണ്, അല്ലെങ്കിൽ തന്ത്രി കണ്ഠരര് രാജീവരാണ് എന്നുള്ള അഭിപ്രായം നേരത്തെ തന്നെ കേരളത്തിൽ ഉയർന്നു കേട്ടിരുന്നു. എന്നാൽ CPM തന്ത്രിയെ അങ്ങനെ കൈവിടാനൊന്നും തയ്യാറായിരുന്നില്ല. എന്നാൽ കടകംപള്ളിയിലേക്ക് അറസ്റ്റ് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കരങ്ങൾ കടകംപള്ളി സുരേന്ദ്രനിലേക്ക് നീങ്ങുകയാണെങ്കിൽ തങ്ങൾ പെട്ടുപോകുമെന്ന് ഉറപ്പായും CPM നിശ്ചയിച്ചിരുന്നു. അതുകൊണ്ട് കടകംപള്ളിയുടെ അറസ്റ്റ് ഒഴിവാക്കാൻ പഠിച്ച പണി 18 പാർട്ടി നടത്തി എന്നാണ് അറിയുന്നത്. പക്ഷേ പിണറായിയുടെ നല്ല കാലത്തിന് അറസ്റ്റിലായത് തന്ത്രിയായിപ്പോയി. മുൻ മന്ത്രിയാണ് അറസ്റ്റിലായതെങ്കിൽ ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ CPMന് ഒന്നും പ്രതീക്ഷിക്കാനില്ലായിരുന്നു. കാരണം കടകംപള്ളി സുരേന്ദ്രനും ഈ സ്വർണ്ണപ്പാളി വിഷയവുമായി നിരവധി ബന്ധങ്ങൾ ഉണ്ടെന്നുള്ള ആരോപണങ്ങൾ UDFും ഉയർത്തിയിരുന്നു, BJPയും ഉയർത്തിയിരുന്നു. പത്രമാധ്യമങ്ങളിലൊക്കെ അത്തരം വാർത്തകൾ വരികയും കടകംപള്ളിയെ മണിക്കൂറുകളോളം പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ ഏതായാലും പിണറായിക്ക് ആശ്വസിക്കാം എന്ന് മാത്രമല്ല, നന്നായി ആശ്വസിക്കാം. തൻ്റെ ഒരു എതിരാളി കൂടിയായ ശബരിമല തന്ത്രി ജയിലിലായതോടെ ഈ ശബരിമല സ്വർണ്ണപ്പാളി വിഷയം സർക്കാരിൻ്റെയോ CPMന്റെയോ തലയിലേക്ക് വരുന്ന ഒന്നല്ല എന്ന് പിണറായിക്ക് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയും. ഇപ്പോൾ സർക്കാരും പിണറായിയും CPMുമെല്ലാം സുരക്ഷിത അകലത്തിലാണ്. ഉടൻ തന്നെ ഇനി കടകംപള്ളിക്കെതിരെ നീക്കമുണ്ടാകുമെന്ന് സർക്കാർ പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ നിലവിൽ പിണറായി വിജയനും സർക്കാരിനും CPMനുമെല്ലാം ജനങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു നിൽക്കാം. പ്രത്യേക അന്വേഷണ സംഘം മുൻ ബോർഡ് പ്രസിഡന്റുമാരെ അറസ്റ്റ് ചെയ്തു, ഇപ്പോൾ തന്ത്രിയെയും അറസ്റ്റ് ചെയ്തു, അവിടുത്തെ ഉദ്യോഗസ്ഥരെയും അറസ്റ്റ് ചെയ്തു. ഇതൊന്നും സർക്കാരിൻ്റെ വിഷയമല്ല, തന്ത്രിയാണ് സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിലെന്ന് CPMന് ജനങ്ങൾക്ക് മുന്നിൽ പ്രചരിപ്പിക്കാൻ കഴിഞ്ഞാൽ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ അവർക്കേറ്റ തിരിച്ചടിയുടെ കാഠിന്യം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുറയ്ക്കാൻ കഴിയുമെന്നാണ് ഇപ്പോൾ പാർട്ടി വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ തന്ത്രിയുടെ അറസ്റ്റ് ഒരു അനുഗ്രഹമായി എന്നാണ് പിണറായി വിജയൻ പറയുന്നത്, CPM പറയുന്നത്. കാരണം ഇനി ഈ ഇതെല്ലാത്തിൻ്റെയും പഴി തന്ത്രിക്ക് മുകളിൽ ഇരുന്നാൽ പാർട്ടിക്ക് രക്ഷപ്പെടാം. അല്ലെങ്കിൽ നേരത്തെ പോറ്റിയെ കേറ്റി എന്നുള്ള പാട്ട് പോലെ CPM ആണ് ഈ മോഷണത്തിൻ്റെയും സ്വർണ്ണപ്പാളി മോഷണത്തിൻ്റെയും മുഴുവൻ ഉത്തരവാദി എന്ന് നാട്ടുകാരുടെ മുന്നിൽ കൂടുതൽ വെളിവായാൽ, കൂടുതൽ CPM നേതാക്കന്മാർ ചോദ്യം ചെയ്യപ്പെടുകയും അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്താൽ CPMന്റെ മുഖം ജനങ്ങൾക്ക് മുന്നിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ വികൃതമാകുമെന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയമേ ഇല്ല. അപ്പോഴാണ് പിണറായി വിജയന്റെ സമയം തെളിഞ്ഞത്, തന്ത്രി അറസ്റ്റിലായത്. ഇനി തന്ത്രി വഴിയാണ് ഈ ഇടപാടുകൾ മുഴുവൻ നടന്നതെന്ന് പറഞ്ഞു നിൽക്കാൻ സർക്കാരിന് കഴിയും. അതുകൊണ്ട് തന്ത്രിയുടെ അറസ്റ്റ് വലിയൊരു അനുഗ്രഹമായി എന്നാണ് പിണറായിയും CPMും അല്ലെങ്കിൽ CPMന്റെ നേതാക്കളും വിശ്വസിക്കുന്നത്. ഇനി തൽക്കാലത്തേക്കെങ്കിലും എല്ലാ പാപഭാരങ്ങളും തന്ത്രിയുടെ തലയിൽ വെച്ച് തങ്ങൾക്ക് കൈയും കെട്ടിയിരിക്കാം, കുറച്ചു നാളത്തേക്കെങ്കിലും ഒരു ആശ്വാസമായല്ലോ എന്ന ഒരു വിചാരമാണത്രേ പിണറായി വിജയനും പാർട്ടിക്കും ഉള്ളത്.